നമസ്കാരം. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാവപ്പെട്ടവന്റെ വിശപ്പ് എന്തെന്നറിയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഒരു പാർട്ടി, അതാണ് CPM എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ അമരക്കാരൻ ഇന്ന് സഖാവ് പിണറായി വിജയൻ. ആ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണസമിതിയിൽ 2 മന്ത്രിമാരുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും. എന്താണ് ഇവരുടെ ജോലി? അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രിസ്ഥാനം വഹിക്കുന്ന സഖാവ് പിണറായി വിജയൻ എന്തിനാണ് താങ്കൾ ആ കസേരയിൽ ഇരിക്കുന്നത്? ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്ക് ദയവായി മറുപടി തരണം. കോപ്പി അടിച്ചാൽ ഡിബാർ ചെയ്യുന്ന നിയമ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് കോപ്പി അടിച്ചാൽ 2-3 വർഷം പിന്നെ ഇയാൾ പരീക്ഷ എഴുതണ്ടെന്നാണ് നിയമം. അങ്ങനെ ഉള്ള ഒരു നാട്ടിൽ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ബിരിയാണിയും കൊടുത്തുകൊണ്ട് പോലീസ് സംരക്ഷണയിൽ പരീക്ഷ എഴുതിക്കുന്നത് നീതിയാണോ എന്നൊരു ചോദ്യമുണ്ട്. എന്ത് അവകാശത്തിന്റെ പേരിലായാലും കുട്ടികളുടെ അവകാശമുണ്ട്, ബാലാവകാശമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ അവകാശത്തിന്റെ പേരിൽ പരീക്ഷ എഴുതിക്കുന്നത് നീതിയാണോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നീതി എന്ന് നമുക്കറിയാം. 10ാം ക്ലാസ്സുകാരനുള്ള ഷാബാസ് എഴുതേണ്ട പരീക്ഷ അവനെ കൊന്ന അവന്റെ കൊലയാളികളെ പോലീസ് സംരക്ഷണത്തിൽ എഴുതിക്കുന്നത് 5 പേരെയും പരീക്ഷ എഴുതിക്കുന്നത് ശരിയാണോ? ജനങ്ങളുടെ പ്രതിഷേധം, അതുപോലെ മറ്റുള്ളവരുടെ പ്രതിഷേധം അലയടിച്ചപ്പോ ആ പ്രതിഷേധത്തിൽ നിന്നൊക്കെ അകന്ന് അവരവർക്ക് ഓരോരുത്തർക്കും വെവ്വേറെ പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൊലപാതകത്തിന് പാരിതോഷികമായി അവർക്ക് ഉത്തരങ്ങൾ കൂടി ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തേക്കാം. ഈ SSLC പരീക്ഷ റിസൾട്ട് വരുമ്പോൾ ഈ 5 പേരും ഫുൾ A+ഓടുകൂടി പാസ്സാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതിനൊക്കെ വളരെ വ്യക്തമായ മറുപടി പറയണം. ഇവിടെ സർക്കാരും അതുപോലെ ആഭ്യന്തര വകുപ്പും ഒക്കെ പറയുന്നത് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വൈകാരികമായി പ്രതികരിക്കുന്നു. അത്തരത്തിലുള്ള വൈകാരിക പ്രതികരണങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല, വൈകാരികമായി ഇത് നോക്കാൻ പറ്റില്ല എന്നാണ്. ആരാ പറഞ്ഞത് വൈകാരികമായി പ്രതികരിക്കുന്നു എന്നുള്ളത്? വളരെ പ്ലാൻഡായി നടത്തിയിട്ടുള്ള ഒരു കൊലയാണിത്. ഈ 5 വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഗുണ്ടകൾ, ആ ഗുണ്ടകളുടെ പ്ലാനിങ് കാണുമ്പോൾ മനസ്സിലാക്കാം. കേവലം ഒരു വിദ്യാർത്ഥിയുടെ പ്ലാനിങ് അല്ലത്, കേവലം ഒരു വിദ്യാർത്ഥിക്ക് പറ്റിയ ഒരു അബദ്ധമല്ലത്. വളരെ പ്ലാൻഡായി കൊല്ലാൻ പദ്ധതിയിട്ടു, എങ്ങനെ കൊല്ലണമെന്ന് പ്ലാൻ ഇട്ടു, അതിനുവേണ്ടിയുള്ള മാരകായുധം കൊണ്ടുവന്നു, കടത്തിക്കൊണ്ടുവന്നു, എന്നിട്ട് കൊന്നു. ആ കൊന്നതിന് ശേഷം ആ കൊന്നതിനെ കുറിച്ചുള്ള അവലോകനവും നമ്മൾ കേട്ടു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലും അവരുടെ നേരിട്ടുള്ള വാദഗതികളും അവരുടെ അവകാശവാദങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ തെളിവുകളായി ഇവിടെ ഉണ്ടായിട്ടും ഈ കൊലയാളികളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അവരുടെ സംരക്ഷിക്കുന്ന ഒരു പ്രവൃത്തി, ഇതിനെയൊക്കെ എങ്ങനെ നമ്മുടെ ഭരണ സംവിധാനത്തിന്, ഇവിടുത്തെ നിയമ സംവിധാനത്തിന് അല്ലെങ്കിൽ നീതിയുടെ കാവലാളുകൾക്ക് എങ്ങനെ നീതീകരിക്കാൻ തോന്നുന്നു, എങ്ങനെ ന്യായീകരിക്കാൻ തോന്നുന്നു എന്നാണ് എന്റെ സംശയം. ഇവിടെ പറയുന്നത് ബാലനീതി നിയമത്തിലെ വ്യവസ്ഥകളുടെ കാര്യമാണ്. ബാലനീതി വ്യവസ്ഥയിൽ കുട്ടികൾക്ക്, തെറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ തിരുത്താനും അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് പഠിക്കാനും തിരുത്താനും അവകാശമുണ്ട് എന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള അവകാശം എങ്ങോട്ടാണ് പോയത്? ജീവിക്കാൻ ഇവിടെ അവകാശമില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ ബാലനീതി അവകാശത്തിൽ ഒരു കുട്ടി കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അവന് വീണ്ടും പഠിക്കാനും വീണ്ടും പരീക്ഷ എഴുതാനും അവകാശം നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഈ ബാലനീതി അവിടെ നടപ്പിലാകുന്നില്ലേ? ഒരു കൊലയാളിക്ക്, അതും CPM-ന്റെ അനുയായികളായിട്ടുള്ള, CPM-ന്റെ ഗുണ്ടാ ലിസ്റ്റിലുള്ള അത്തരത്തിലുള്ളവരുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ അനുയായികൾക്ക് അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ളവർ അനുചരന്മാർക്ക് ആർക്കൊക്കെ അവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മക്കളാണ് എന്നുണ്ടെങ്കിൽ ഈ ബാലനീതി നിയമം ഈ വഴിക്കും അല്ല എന്നുണ്ടെങ്കിൽ മറുവഴിക്കും എന്തേ പോകുന്നത്? നമ്മളെല്ലാം വിചാരിക്കുന്നത് ഇന്ത്യ, ഈ രാജ്യം, അതിന്റെ ഈ ഭാഗം, ഈ കേരളം, ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനമാണ്, ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെയാണ്. ശരിയാണ്. ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ചവരും രക്തസാക്ഷിയായവരും ഭരണഘടനാ സൃഷ്ടികളും ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരും എല്ലാം ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ആ ഒരു ഭരണഘടനയുടെയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമല്ല എന്നാണ്. അതായത് അനുഭവിക്കുന്നത് അങ്ങനെയല്ല. ഇതൊരു രാഷ്ട്രീയാധിപത്യ രാജ്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. രാഷ്ട്രീയാധിപത്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? ഒരു വിലയുമില്ല എന്ന് മാത്രമല്ല, അവരുടെ അഭിപ്രായത്തിന് ആരും ചെവി കൊടുക്കുകയുമില്ല. വോട്ട് ചെയ്യുന്ന ഒരു അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ വിരൽത്തുമ്പിലാണ് ഈ ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കണമെന്നും ഈ കേരള സംസ്ഥാനം ആര് ഭരിക്കണമെന്നും തീരുമാനിക്കുന്നെന്ന് പറയുന്നുണ്ട്. അതാണോ ജനാധിപത്യം? ആ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുമ്പോഴും ആ ചൂണ്ടുവിരൽ കൊണ്ട് ഏത് ചിഹ്നത്തിലാണ് വോട്ട് കുത്തേണ്ടത്, ഏത് പാർട്ടിയാണ് ജയിപ്പിക്കേണ്ടത്, ആരെയാണ് ഭരണത്തിൽ ഏൽപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ വോട്ടർമാരാണോ? അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടോ ഇവിടെ? അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുകൂടി അവകാശമില്ലാത്ത ഒരു ജനതയാണ് ഇവിടെ. ഇങ്ങനെ അധികാരത്തിൽ കയറുന്നവരാരും തന്നെ അവരുടെ ഭരണകാലത്ത് ഒരിക്കൽ പോലും ജനാധിപത്യത്തെ കുറിച്ച് ചിന്തിക്കില്ല. അങ്ങനെ കരുതണ്ട. അവർ ചിന്തിക്കുന്നത് എങ്ങനെ നമുക്ക് അധികാരം നിലനിർത്താം, എങ്ങനെ വീണ്ടും അധികാരത്തിൽ കയറാം എന്ന് മാത്രമാണ്. അവർ ഒറ്റ കാര്യമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള
എന്ത് കളിയും ഏത് നാറിയ കളിക്കും കളിക്കും. അത് കേരളത്തിലെ പിണറായി സർക്കാർ ഇതൊന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുന്നത്. പിണറായി സർക്കാർ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്രയധികം കൊലപാതകങ്ങളും ഇത്രയധികം അസമത്വവും ഇവിടെ നടക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ പറയണം. ഇവിടെ ടി.പി. ചന്ദ്രശേഖരൻ മുതൽ സിദ്ധാർത്ഥ് വരെയുള്ള കഥ നോക്കൂ. സിദ്ധാർത്ഥ് മുതൽ ഇങ്ങോട്ട് ഷഹബാസ് വരെയുള്ള മറ്റൊരു കഥ നോക്കൂ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഭരണകർത്താക്കൾ അവരുടെ വോട്ട് ബാങ്കുകളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും എവിടെ വരെയും പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിദ്ധാർത്ഥിന്റെ കാര്യം അതിന് തെളിവല്ലേ? ഇപ്പൊ ഷഹബാസിന്റെ കാര്യം, അവസാനം വന്നിട്ടുള്ള ഷഹബാസിന്റെ കാര്യം അതിന് തെളിവല്ലേ? സിദ്ധാർത്ഥിന്റെ കൊലയാളികൾ എവിടെ? കഴിഞ്ഞ ദിവസം വന്ന ഉത്തരവ് എന്താണ്? അവർക്ക് തുടർന്ന് നിർബാധം പഠിക്കാം, അവരുടെ മറ്റുള്ളവർക്ക് ഹോസ്റ്റലിൽ അവർക്ക് താമസിക്കാം, ഇനി അവർ സുഖം വാഴും. അവരുടെ ഉദ്ദേശം സഫലമായി കഴിഞ്ഞു. അതായത് ഒരു കൊല അവർ പാർട്ടിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ, നാളത്തെ ഗുണ്ടകളായി മാറി കഴിയുമ്പോൾ അവർക്ക് കൊല നടത്തേണ്ടി വരും, എതിരാളികളെ ഇല്ലാതാക്കേണ്ടി വരും. അതിനുള്ള ഒരു പ്രായോഗിക പരിശീലനമാണ് വിദ്യാഭ്യാസം. ഈ കോളേജുകൾ, കലാലയങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളുകളിലേക്കും അത് വ്യാപിപ്പിക്കുന്നു എന്നേ കരുതാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥിന്റെ കൊലയാളികൾക്ക് ഇത്തരത്തിലൊരു നിയമം അവരെ ബാധിച്ചത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പരീക്ഷ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അവരെ ഡീബാർ ചെയ്യുന്ന സ്ഥാനത്ത് ഒരു തന്നെ കൊന്നപ്പോ, ഒരാളുടെ അവകാശമാണ് അവന്റെ എക്സാം എന്ന് പറയുന്നത്, ആ എക്സാം എഴുതാൻ അനുവദിക്കാതെ അവനെ ആസൂത്രിതമായി പ്ലാൻഡായി വളരെ ക്രൂരമായി പൈശാചികമായി കൊന്നുകളഞ്ഞപ്പോ ആ കൊലയാളികൾക്ക് ഇത്തരത്തിൽ ഒരു സൗകര്യം ഒരുക്കുന്നത് എന്തുകൊണ്ടാ? ഇവിടെ സാധാരണക്കാരിന്ന് ജീവിക്കുന്നത് ഇവിടുത്തെ ഭരണഘടനയിലും അതുപോലെ നീതി സംവിധാനത്തിലുമുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. ഇവിടുത്തെ സർക്കാരിലുള്ള വിശ്വാസം കൊണ്ടല്ല. ഇവിടെ ചിലരൊക്കെ വീമ്പിളക്കുന്നത് കേട്ടു, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കുട്ടികളെ തല്ലിക്കൊല്ലാതെ പരിഹാരം കാണണമെന്ന്. അവരെ തല്ലിക്കൊല്ലണമെന്ന് ആരും പറഞ്ഞില്ല. പകരം അവരെ തല്ലിക്കൊല്ലാൻ, അവരെ കൊല്ലിനും കൊലയ്ക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നവരെ തല്ലിക്കൊല്ലണമെന്നാണ് ജനം പറഞ്ഞു വിട്ടിരിക്കുന്നത്. അത് ആരൊക്കെയാണ് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആരുടെയൊക്കെ ചിത്രം വരുന്നുണ്ടോ അവരെ കൊല്ലാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിന്നും അവരെ കൊല്ലാൻ നിങ്ങൾ തയ്യാറായാൽ ഒരുപക്ഷെ ഈ നാട് രക്ഷപ്പെട്ടെന്ന് വരും. Different angles. Don't forget to subscribe and support this channel.